നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തുസൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ്ണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. നന്നമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. റൈഹാനത്തിനെ തൽസ്ഥാനത്ത് രാജിവെപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച പഞ്ചായത്ത് 21-ാം വാർഡ് തിരുത്തി മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ടു. റൈഹാനത്ത് ജനപ്രതിനിധിയായ വാർഡാണിത്. വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടതായും ഇക്കാര്യം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ രേഖാമൂലം അറിയിച്ചതായും പ്രസിഡന്റ് മറ്റത്ത് അവറാൻ ഹാജി, ജനറൽ സെക്രട്ടറി MP അബ്ദുൾ റഷീദ്, ട്രഷറർ TT അലിഹാജി എന്നിവർ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ഇതുവരെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയോ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയോ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയോ തങ്ങൾക്ക് വിശദീകരണം നൽകാത്തതിനാലാണ് രാജിയെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് അധ്യാപിക കൂടിയായ റൈഹാനത്തിനെ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 2023 വന്ന നിലവിലുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും ചില ഭാരവാഹികൾ പ്രതികാര ബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവരിൽ ചിലർ പഞ്ചായത്തിൽ വെച്ചും കൊടിഞ്ഞി GMUP സ്കൂളിൽ വെച്ചും പരസ്യമായി പ്രസിഡന്റിനെ അപമാനിച്ചുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പ്രസിഡന്റിന്റെ രാജി സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിക്ക് വാർഡ് കമ്മിറ്റി പരാതി നൽകിയിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറി ഇതു സംബന്ധിച്ച് വാർഡ് കമ്മിറ്റിയുമായി യാതൊരു കാര്യങ്ങളും അന്വേഷിച്ചിട്ടില്ല. ജില്ലാ മണ്ഡലം കമ്മിറ്റികൾ ഇക്കാര്യത്തിൽ ഏകപക്ഷീയമായ തീരുമാനമാണ് എടുത്തതെന്നും വാർഡ് കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. അതേസമയം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിനെയും വാർഡ് കമ്മിറ്റിയെയും നേരിട്ട് വിളിച്ച് ഇതിനു മുമ്പ് ചർച്ച നടത്തിയിരുന്നുവെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു. പിന്നീട് മണ്ഡലം കമ്മിറ്റിയും ഇടപെട്ടു. പരിഹാരം ആകാത്തതിനാലാണ് ജില്ലാ കമ്മിറ്റി ഇടപെട്ടത്. ചേളാരിയിൽ വാർഡ് മുസ്ലിം ലീഗ് ഭാരവാഹികൾ, മെമ്പർമാർ എന്നിവരുമായി ചർച്ച നടത്തി. കാര്യങ്ങൾ ബോധ്യപ്പെട്ടെന്നും തീരുമാനം പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ 2 ദിവസത്തിനകം അറിയിക്കുമെന്നും ഹമീദ് മാസ്റ്റർ MLA അറിയിച്ചതായിരുന്നു. ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചവരോട് വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്നും ആർക്കും പോകാമെന്നും MLA താക്കീതും നൽകിയിരുന്നു. വേണമെങ്കിൽ വാർഡ് മെമ്പർ സ്ഥാനം കൂടി രാജിവെച്ച് പൊയ്ക്കോളൂ എന്നും പറഞ്ഞിരുന്നു. പ്രസിഡന്റിനെതിരെ പരാതിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ടില്ല എന്ന പക്ഷക്കാരോടായിരുന്നു MLAയുടെ താക്കീതുണ്ടായിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് ശേഷമാണ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റി കത്തു നൽകിയത്. ഇത് പാലിക്കാത്തതിനെ തുടർന്നാണ് മലപ്പുറത്ത് വിളിച്ചു വരുത്തി അന്ത്യശാസനം നൽകിയതെന്നും ഇവർ പറഞ്ഞു. പ്രസിഡന്റായിരുന്ന റൈഹാനത്ത് മറ്റു മുസ്ലിം ലീഗ് അംഗങ്ങളെ പരിഗണിക്കുകയോ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയോ ചെയ്യുന്നില്ല എന്ന പരാതി രൂക്ഷമാകുകയും ഭിന്നതയിൽ എത്തിയതിനെ തുടർന്നുമാണ് രാജിയിൽ കലാശിച്ചത്. നേരത്തെ ലീഗിലെ വനിതാ അംഗങ്ങൾക്ക് മാത്രമുണ്ടായിരുന്ന പരാതി പിന്നീട് പുരുഷ മെമ്പർമാരും ഉന്നയിച്ചിരുന്നത്രേ. ലീഗ് മുൻ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ചിലരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് കമ്മിറ്റിയെ കാര്യങ്ങൾ അറിയിക്കുകയോ വകവയ്ക്കുകയോ ചെയ്യുന്നില്ലെന്നും ലീഗ് കമ്മിറ്റിക്കും പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ജനപ്രതിനിധിയായി തന്നെ പുതുമുഖമായ പ്രസിഡന്റ് തന്നെക്കൊണ്ട് കഴിയുന്ന വിധം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ചിലരുടെ ഈഗോ ആണ് കാരണമെന്നുമാണ് പ്രസിഡന്റിനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. ഇതിനിടെ പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കൽ ലീഗ് കമ്മിറ്റിക്ക് തലവേദനയാകും. 4-ാം വാർഡിലെ സൗദ മരക്കാരുട്ടി, 7-ാം വാർഡിലെ A. റൈഹാനത്ത്, 10-ാം വാർഡിലെ സുമിത്ര ചന്ദ്രൻ, 13-ാം വാർഡിലെ MP ഷെരീഫ, 19-ാം വാർഡിലെ തസ്ലിന ഷാജി എന്നിവരാണ് മുൻ പ്രസിഡന്റ് P.K. റൈഹാനത്തിന് പുറമെ ലീഗിന് വനിതാ അംഗങ്ങളായിട്ടുള്ളത്. ഇതിൽ സൗദ മരക്കാരുട്ടി, റൈഹാനത്ത്, തസ്ലിന ഷാജി എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഭാരവാഹികളിലും മെമ്പർമാരിലും ഭൂരിഭാഗം ആളുകളും കുണ്ടൂരിൽ നിന്നുള്ള റൈഹാനത്തിനെയാണ് അഭിപ്രായപ്പെടുന്നത്. എങ്കിലും ഇവരും ഇവരുടെ വാർഡ് കമ്മിറ്റിയും ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് അറിയിച്ചിട്ടുണ്ടത്രേ. അതിനാൽ തസ്ലിന ഷാജി, സൗദ മരക്കാരുട്ടി എന്നിവരാണ് പിന്നെ ഉള്ളത്. ഇതിൽ തസ്ലിന ഷാജിക്കാണ് കൂടുതൽ സാധ്യത വിലയിരുത്തുന്നത്. പ്രാദേശികവാദം ഉള്ളതിനാൽ കൊടിഞ്ഞിയിൽ നിന്നുള്ള പ്രസിഡന്റാണ് നിലവിൽ ഉണ്ടായിരുന്നത്. അതിനാൽ പുതിയ ആളും കൊടിഞ്ഞിൽ നിന്നാകണമെന്നാണ് വാദം. മുൻ പഞ്ചായത്ത് ഭാരവാഹികളും തസ്ലിന ഷാജിയെ പ്രസിഡന്റ് ആക്കണമെന്ന അഭിപ്രായക്കാരാണ്. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ പഞ്ചായത്ത് ഉന്നത സമിതി ഭാരവാഹികൾ യോഗം ചേർന്നെങ്കിലും മുൻ പ്രസിഡന്റിനെ അനുകൂലിച്ചിരുന്ന വിഭാഗത്തിൽപ്പെട്ടവർ പങ്കെടുത്തില്ല. വാർഡ് കമ്മിറ്റികളോടും മെമ്പർമാരോടും അഭിപ്രായം ആരാഞ്ഞ ശേഷം പുതിയ ആളെ തീരുമാനിക്കാനാണ് തീരുമാനം എന്നറിയുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.